എന്താളിയാ അളിയാ ട്രിപ്പ് പോകുന്ന കാര്യം അളിയനൊന്ന് ഉത്സാഹിക്കണം. അത് ശരി, ഇപ്പൊ ഞാൻ ഉത്സാഹിക്കാത്ത കൊണ്ടാണോ ട്രിപ്പ് പോകാത്തത്? ഞാൻ നല്ല ഉത്സാഹം കാണിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണ് പ്രശ്നം. അളിയാ, അളിയനെ എങ്ങനെയെങ്കിലും ചേച്ചി സോപ്പിട്ട് കയ്യിലെടുക്കണം. ഓക്കെ. പിന്നെ കൂടുതൽ തണുപ്പുള്ള സ്ഥലമൊന്നും പറയരുത്, ചേച്ചി പിന്മാറും. ആണോ? ചേച്ചിക്ക് തണുപ്പ് പിടിക്കൂല. ഓ, അങ്ങനെയാണെങ്കിലേ നമുക്കേ ചേച്ചീനെ മരുഭൂമിയിലോട്ട് കൊണ്ടുപോവാം. മാഡം, എന്താണ് അളിയൻ നൈസ് സോപ്പിടണ? സോപ്പിടുന്നല്ല അമ്മായി, പിന്നെ ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേ അളിയാ? ഓ, മാഡത്തിന്റെ വായിൽ കൊച്ചു വർത്താനൊക്കെ വരുമോ? സാധാരണ വലിയ വർത്താനം പറയണ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ശത്രുക്കള് കൂടി വരുന്നു. എന്തോന്ന്? ഒന്നുമില്ല അമ്മായി. നിന്നെ ഞാൻ വിലസ അനുവദിക്കൂല എന്റെ മോളെ. എന്താ പറഞ്ഞു? ഇല്ല, ഈ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അതെന്തായാലും പോണം. ലച്ചുവിനെ ഒന്ന് പിടിച്ചു വലിച്ചോണ്ട് കൊണ്ടുപോയാ പറ്റും. യാത്രകളൊക്കെ ഇല്ലാണ്ട് എന്തോന്ന് ജീവിതം അല്ല അമ്മായി? പിന്നല്ല, രസമില്ല അമ്മായി. ചേച്ചി വന്നാലേ ട്രിപ്പ് നടക്കത്തുള്ളൂ. പക്ഷെ ചേച്ചി വന്ന പ്രശ്നവുമാ. എന്തോന്ന് പ്രശ്നം? നമുക്ക് ഫ്രീഡം തരത്തില്ല. അമ്മൂമ്മയെക്കാളും കഷ്ടമാ. മക്കളെ ആരെയാ കുറ്റം പറഞ്ഞോണ്ടിരുന്നേ? ചേച്ചിക്ക് എന്തിനാ ചേച്ചി സംശയം? ഞാൻ കുറ്റമൊന്നും അല്ല പറഞ്ഞത്. മക്കളെ പാറു, എനിക്ക് നിന്നെ എപ്പോഴും സംശയ. ചേച്ചി എന്തിനാ സംശയിക്കുന്നേ? അത് നിന്റെ കയ്യിലിരിപ്പിന്റെ. എന്താ അമ്മ ഇവള് പറഞ്ഞോണ്ടിരുന്നേ? ഒന്നും പറഞ്ഞില്ല അമ്മായി. ഒന്നും പറഞ്ഞില്ല. ട്രിപ്പിന്റെ കാര്യം പറഞ്ഞോണ്ടല്ലേ? അല്ലേ, ട്രിപ്പിന്റെ കാര്യല്ലേ? അതെ അതെ. അമ്മയെ, ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ പറ്റി ഇവള് കുറ്റം പറയും എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ കുറ്റം പറഞ്ഞില്ല. അതെ, കുറ്റം പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ വരാം. അല്ല, ഞാനും വരാം. കയ്യില് കിട്ടും, അന്നേരം ഞാൻ പിടിച്ചോളാം കേട്ടോ. കുറ്റം പറഞ്ഞില്ല. ചെല്ല് ചെല്ല് ചെല്ല്. എന്താള് പറഞ്ഞോണ്ടിരുന്നു? എന്റെ പൊന്നു ലച്ചു, നമ്മൾ നേരത്തെ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞില്ലേ? അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. സത്യം ലച്ചുസേ, ശരിക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകണ്ടോ? എല്ലാവർക്കും കൂടിയാ ട്രിപ്പ് പോവാ. പക്ഷെ എല്ലാരും വേണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. നമ്മൾ രണ്ടുപേരും മാത്രം. അങ്ങനെയാണെങ്കിലേ ഞാനൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എവിടെ? കിടിലൻ പ്ലേസാ. പറ. നമ്മള് അടിച്ചു പൊളിക്കാണ്. പറയടാ നീ. കാശ്മീർ. കാശ്മീരാ? കാശ്മീർ എന്താ കുഴപ്പം? പോയേ, എന്നിട്ട് വേണം ഞാൻ അവിടെ മരവിച്ച് ഐസും കട്ടിയായിട്ടിരിക്കേ. അതെന്താ കുഴപ്പം? വേണ്ട, അത് വേണ്ട. വേറെ സ്ഥലം പിടി. വേറെ ഹിമാചൽ. വേറെ തണുപ്പാ? ലഡാക്കാ? നൈസായിട്ട് എന്നെ കളിയാക്കുകയാണല്ലേ? ഞാൻ എന്തിനാ ലച്ചൂസിനെ കളിയാക്കുന്നത്? ലച്ചൂസിന് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു. തണുപ്പ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ളത് അറിയാലോ, വലിയ തണുപ്പ് എനിക്ക് പറ്റൂല. പറ്റത്തില്ല. അങ്ങനെയാണെങ്കിലേ ലച്ചൂസ് ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ലച്ചൂസിനോടൊപ്പം. ലച്ചൂസേ, എടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. എന്താ? നീ പഴയ പോലെ ബ്യൂട്ടി പാർലറിലൊന്നും പോവാറില്ല? പിന്നെ പഴയ പോലെ ഫേഷ്യലൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഫേസ് ഒക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നേ? വെറുതെ വീട്ടിരിക്കല്ലേ. അല്ല, എന്നാലും ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കാം. മുടിയൊക്കെ ഒരുമാതിരി കണ്ടില്ലേ? നേരത്തെ നീ ഇച്ചിരി ഷോർട്ട് ഹെയർ ഒക്കെ ആക്കുമ്പോ എന്ത് ഗ്ലാമർ ആയിരുന്നു. ഇതൊരുമാതിരി. നമുക്ക് എന്തിന് ഗ്ലാമർ ഒക്കെ? എനിക്ക് എത്ര സുന്ദരമായിട്ടുള്ള ഒരു കെട്ടിയനുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിക്കുക. എന്താ പോയി തുടങ്ങ്. ബോഡിയൊക്കെ ശ്രദ്ധിക്ക്, നല്ല ഫുഡൊക്കെ കഴിക്ക്, ഹെൽത്തി ആവ്. ഇതൊക്കെ ചെയ്യോ? ചെയ്യാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എടാ, നിന്റെ മുടി നരച്ചു തുടങ്ങിയ? ഇവിടെ ഒരെണ്ണം.
പോലെ ചൂസേ, ഞാൻ നരയ്ക്കാനാ. ഞാനിപ്പോഴും എങ്ങല്ലേ, നിനക്ക് തോന്നിയതേ. വന്നേ നോക്കട്ടെ. അല്ല, ഞാൻ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കാണാൻ തോന്നി. അല്ല, ഒരെണ്ണം നരച്ചിട്ടുണ്ട്. എവിടെ അവിടെ എവിടെ കാണിച്ചേ? പറിച്ചോ. പറിക്കാൻ പാടില്ല. ആ. അതെ, ഒരെണ്ണം നരച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ മൊത്തം അങ്ങോട്ട് നരച്ചു തുടങ്ങും. അയ്യോ സിദ്ധു, ഇനി തൊട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. ആണോ? പിന്നല്ലാതെ നീയല്ലേ പറഞ്ഞ ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്. ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടാ. പേടിക്കണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് നീ വയസ്സാവാൻ ഞാൻ കുറച്ച് വയ്ക്കണേ. മതി. യെസ്. മാവ്, പച്ചക്കറി. അപ്പൊ ഇന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുവാ? യെസ്. അല്ല, വെജിറ്റബിൾ കറി ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. എന്റെ ലെറ്റൂസ് ഉണ്ടാക്കുന്ന എല്ലാ കറിയും എനിക്ക് ഇഷ്ടമല്ലേ. ഇപ്പൊ എങ്ങനെയൊക്കെ പോയാലും ഒരു 6-7 ചപ്പാത്തി കഴിക്കില്ലേ? 6-7 ചപ്പാത്തി നിർബന്ധിച്ചാ കഴിക്കാം. പക്ഷെ ലെറ്റൂസ് ഒരു 3 ഉറപ്പായിട്ട് ഇന്ന് കഴിക്കണം കേട്ടോ. 3 ചപ്പാത്തിയാ? ദാറ്റ്സ് ടു മച്ച്. 2 ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. 3 പറ്റൂല. അമ്മ, എനിക്ക് ചപ്പാത്തി വേണ്ട. നീ കഴിക്കണ്ട. അല്ല, സാധാരണയൊക്കെ എല്ലാ ദിവസവും രാത്രി ചപ്പാത്തി വേണമെന്നും പറഞ്ഞ് കരയാറുണ്ടല്ലോ. ഇന്നെന്ത് ചപ്പാത്തി വേണ്ടാത്ത? ലെച്ചു, ഓ, ചപ്പാത്തി കുഴിക്കറിയാ? கொஞ்சம் தள்ளு, நான் செய்யறேன். എന്തിനാ? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. என்ன லெச்சு, இது 1 மணி நேரம் போரும். ചപ്പാത്തിയും കറിയും ഞാൻ റെഡി സെഞ്ചു തരാം. എന്റെ ആന്റി, നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് 9:30-10 മണിയാകുമ്പോഴല്ലേ? പിന്നെ എന്തിനാണ് 1 മണിക്കൂർ കൊണ്ട് ഇത്ര പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണേ? എതുവാനാലും നീ അങ്ങ് പോയി ഉക്കാരുമാ, ഞാൻ ചെയ്യറേനേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിക്കോളാം. ആന്റി ചുമ്മാ ശല്യം ചെയ്ത് പോയാ മതി. அப்படியா? அப்படின்னா நீங்க செய்யுங்க. അതെന്താ ശരി അമ്മ ചിരിച്ചിട്ട് പോയത്? അത് മൈൻഡ് ചെയ്യണ്ട. സിദ്ധു, നിനക്ക് രാവിലെ ഗോതമ്പ് പുട്ട് ഇഷ്ടാണ്? ഗോതമ്പ് പുട്ട് ഇഷ്ടാ. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി തരാം. ഗോതമ്പ് പുട്ടിന്റെ കൂടെ പപ്പടവും പയറും പിന്നെ മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്. എല്ലാം സെറ്റ് ചെയ്ത് തരാം. എനിക്ക് ഗോതമ്പ് പുട്ട് ഇഷ്ടമല്ല. അതിന് തന്റെ ഇഷ്ടം ഇവിടെ ആര് ചോദിച്ച്? ഞാൻ സംസാരിച്ചതേ എന്റെ അച്ഛന്റെ കാര്യമാ. എന്റെ അച്ഛന് ഗോതമ്പ് പുട്ടും പപ്പടവും പയറും മീൻകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് രാവിലെ ന്യൂഡിൽസ് മാത്രം മതി. തന്റെ കാര്യമൊക്കെ കരയാൻ്റെ നോക്കിക്കോളും. കരയാൻ്റെ ഉണ്ടാക്കി തരും ന്യൂഡിൽസ് ഒക്കെ. ഓ, ഞാൻ നാളെ മുതലേ നടക്കാൻ പോയാലോ എന്നിങ്ങനെ ആലോചിക്കുക. ലിജുസും കൂടെ വരുന്ന? ഉറപ്പായിട്ടും വരും. നമുക്ക് രാവിലെ പോവാം. ഞാനും വന്നാ കുഴപ്പമുണ്ടോ? ഞാനും വന്നാ കുഴപ്പമുണ്ട്. എടോ, ഇത് ഞാനും തന്റെ അച്ഛനും കൂടെ പോകുന്ന കാര്യാ പറഞ്ഞേ. പിന്നെ നിന്നെ വിളിച്ചെണീപ്പിച്ചോണ്ട് കൊണ്ടായില്ലേ, നിന്നെയും ചുമന്നുകൊണ്ട് ഞങ്ങൾ നടക്കേണ്ടി വരും. ഇതാകുമ്പോ ആ കുഴപ്പമില്ല. ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുറെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. അല്ല സിദ്ധു? ഒരു കാര്യം പിന്നെ പറയണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു. നാളെ നീ ഉറപ്പായിട്ടും ബ്യൂട്ടി പാർലർ പോണം കേട്ടോ. എന്നിട്ട് ഹെയർ ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ അടിപൊളിയായിരിക്കും. കളറൊക്കെ പോയല്ലേ? അതുപോലെ തന്നെ നീയും വാ എന്റെ കൂടെ. അവിടെ അടുത്തൊരു ക്ലിനിക് ഉണ്ട്. ഈ നര ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണ്ടേ? നര ഒരെണ്ണല്ലേ ഉള്ളൂ? ഇല്ല, 5-6 ഉണ്ട്. 5-6 ഉണ്ടായിരുന്നോ? നീ പറഞ്ഞില്ലല്ലോ. സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചത്. നമുക്ക് എന്തായാലും പോവാം. പിന്നെ ഞാനും വരാം. എനിക്കൊന്നും മുടി വെട്ടണം. മുടി വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സുന്ദരിയായിട്ട് തന്നെ ഇരിക്കണം. മക്കൾ ഇവിടെ പാർക്കുഞ്ഞമ്മയോടൊപ്പം വീട്ടിൽ ഇരുന്നാ മതി. ഞങ്ങള് പോയിട്ട് വരാം. സിദ്ധു, നിനക്കേ കുറച്ച് ഷർട്ടുകൾ മേടിക്കണം. കുറച്ച് ദിവസമായിട്ട് എനിക്ക് നിന്റെ ഡ്രസ്സിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് അത്യാവശ്യം ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ. അല്ല, എന്നാലും പുതിയതൊരു 2-3 മേടിക്കാം. മേടിക്കണം എങ്കിൽ പിന്നെ മേടിക്കാം. അങ്ങനെയാണെങ്കിലേ ലെച്ചൂസിനും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ സമയം കിട്ടും. മേടിക്കാം. കുറച്ച് ദിവസമായിട്ടേ ഞാൻ ലെച്ചൂസിന്റെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തനിക്കില്ല. തനിക്ക് കഴിഞ്ഞ ആഴ്ചയല്ലേ തനിക്കും പാറ കുഞ്ഞമ്മയ്ക്ക് 2 ജോഡി ഡ്രസ്സ് മേടിച്ചു തന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം തനിക്കില്ല. തനിക്കില്ല. ചിരിക്കാൻ മേലേ? കൊറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കുമ്പോഴേ എന്റെ കാര്യം മറന്നു പോയല്ലോ.
വലിയ ശ്രദ്ധിക്കുന്ന ആൾക്കാർ വന്നേക്കുന്നു. ഇനി രണ്ടുപേരും എന്റെ കാര്യം ശ്രദ്ധിച്ചാ മതി. ഡോ എന്താണ് കോംപ്ലക്സ് അടിച്ചാ? പിന്നെ ക്ലോംബസ് അടിക്കൂലേ? സിദ്ധേ നമ്മുടെ മോക്ക് കോംപ്ലക്സ് അടിച്ച് കേട്ടോ. എന്റെ മോക്ക് കോംപ്ലക്സ് അടിച്ചാ? എന്റെ മോക്ക് കോംപ്ലക്സ് അടിച്ചാടാ? ആടാ മക്കൾക്ക് കോംപ്ലക്സ് അടിച്ചാ? തന്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ എന്തും. രജിസേ, ഇനി മോളുടെ കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രം മതി നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നത്. ഓക്കെ? ഓക്കേ.